ഞങ്ങൾ രണ്ടുപേരും ചെയ്തായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെയാണ് ആദ്യം വിളിച്ചത്. ഷിജു അരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ സാറ് എന്നെ വിളിച്ച് വിഷ്ണു ഇതേപോലെ ഒരു വേഷം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂടെയുള്ളതാണല്ലോ അലൻ ജോസ് പെരേര. ഞാൻ എന്ത് ചെയ്ത്, സാറേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അലൻ ജോസ് പെരേര, പുള്ളിക്ക് ഒരു വേഷം കൂടി കൊടുക്കണം. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ശരിക്കും ഓരോന്ന് കാണിക്കുന്നത്. അല്ല, നമ്മൾ സിനിമയിൽ എത്തണമല്ലോ, നമ്മളങ്ങനെ സിനിമ ഇല്ലാത്ത എന്തോരം വ്യക്തികൾ സീരിയൽ ചെയ്യുന്നു. അപ്പൊ അതൊന്നും നോക്കിയിട്ട് എല്ലാ മേഖലയും സീരിയലാണെങ്കിലും ഇപ്പൊ ഷോർട്ട് ഫിലിം ആണെങ്കിലും രണ്ടാം തരം ഒന്നും കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലായിടത്തും റീച്ച് ഉണ്ട്. സീരിയലിൽ നിന്ന് വന്ന സിനിമാ നടന്മാർ എന്തോരം ഉണ്ട്. അപ്പൊ വന്ന വഴി മറക്കരുത്. പിന്നെ വേറെ കാര്യം പറയാം, ബീന ആന്റണി ചേച്ചി പണ്ട് സിനിമയിലായിരുന്നു, ഇപ്പൊ സീരിയലിൽ വന്നു. പക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പ്രേംകുമാർ പണ്ട് സീരിയലിലായിരുന്നു. അത് നോക്കേണ്ട കാര്യമില്ല. അതാ പറഞ്ഞ ഒരു വഴി എത്തിക്കഴിയുമ്പോ എല്ലാവരും ഇത് തന്നെ പറയും. നമ്മളൊരു ഒരാളെ ചവിട്ടി താഴ്ത്തി നമുക്ക് ജീവിക്കാൻ ഒരു പ്ലാറ്റ്ഫോം. അന്ന് പ്രേംകുമാർ അന്ന് ജീവിച്ചിരുന്ന സീരിയലിലായിരുന്നു. സീരിയലിലൂടെയാണ് സിനിമയിലേക്ക് വന്നത്. അപ്പൊ നമ്മള് അതേപോലെ തന്നെ സീരിയലിലൂടെയാണ് സീരിയലിലൂടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ സിനിമയിലേക്ക് വരാൻ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന വഴി മറക്കില്ല. പോവും ചെയ്യും. ഞങ്ങളിപ്പോ ഇവൻ ഗസ്റ്റ് റോൾ ചെയ്തിരുന്നു അല്ലേ? അത് നമ്മൾ അതാ പറഞ്ഞ വന്ന വഴി മറക്കരുത്. നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കരുത്. നമ്മളൊരു കഥാപാത്രം തന്നെ ഞങ്ങൾ ചെയ്യും. റാം മനോഹർ എന്ന ക്യാരക്ടറാണ് ചെയ്തത്. അതെ, ഞങ്ങളിപ്പോ ഒരുപാട് സമയത്ത് അത് നല്ല രീതിയിൽ കത്തിക്കുന്നു. അപ്പൊ ഇനിയും ഇപ്പൊ ഞങ്ങൾ അല്ല അത് പറയട്ടെ. അപ്പൊ ഞങ്ങളിപ്പോ ഇനി 2 സീരിയലിലും 3 സിനിമയിലും പിന്നെ വിദേശ രാജ്യങ്ങൾ ഇവിടെയൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും പേരും കാര്യങ്ങളൊന്നും പുറത്തു വിടാത്തത് ഇപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് പേര് നിങ്ങളെ കയറ്റണ്ട, ആ വർക്കിൽ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കോളുകൾ ചെല്ലുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒറ്റക്ക് വഴിവെട്ടി വരുന്നത് പലർക്കും അത് സഹിക്കുന്നില്ല. കാരണം പല സിനിമാ നടന്മാരുടെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 2000 പേരാ 3000 പേരാ കാണുന്നത്. പക്ഷെ അലൻ ജോസ് പെരേര വിഷ്ണു കൊച്ചിക്കാരും കൂടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് 1 മില്യൺ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതും ഞങ്ങളുടെ സംസാരമാണ്. അപ്പൊ അത് പല സിനിമാ നടന്മാർക്കും അസ്വസ്ഥതയാകുന്നുണ്ട്. നെഗറ്റീവ് കമന്റ് ഒക്കെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല ഇരിക്കേണ്ടി വരും. അത് നോക്കേണ്ട കാര്യം. നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് വരെ ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഷോർട്ട് ഫിലിം ആണെങ്കിലും സീരിയലാണെങ്കിലും സിനിമ ആണെങ്കിലും മാറി ചെയ്യാണ്ടിരിക്കുക. നമ്മള് ഒരിടത്ത് തന്നെ ഒരു നിലനിൽപ്പില്ല, എല്ലാ മേഖലയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവട്ടെ. ഞങ്ങൾക്ക് സിനിമ കയറണം, അതിനുവേണ്ടി ഞങ്ങൾ പല വഴിയുണ്ടല്ലോ. സിനിമ ചെയ്യുന്നുണ്ടല്ലോ, നീ ചെയ്യുന്നുണ്ട്. അല്ല, നമുക്ക് കണ്ടിന്യൂറ്റി വേഷം കിട്ടുന്നില്ലല്ലോ. പക്ഷെ എന്നാലും ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമ്മൾ നിലനിൽപ്പുണ്ടല്ലോ. നമ്മൾ അതുകൊണ്ടാണ് ആൾക്കാർ അറിയുന്നുണ്ട്, സെൽഫി എടുക്കാൻ വരുന്നുണ്ട്. 1-2 സംവിധായകന്മാര് പല സിനിമ പറയിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വരുമോ, തിയേറ്ററിലൊന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പൊ ഫോറം മാളിലാണ് പോണത്. ഞങ്ങൾ അങ്ങാടാ വിളിക്കണത്. റിവ്യൂ വേണമെങ്കിൽ പറയും അല്ലടാ. ഇപ്പൊ ദിലീപന്റെ പടം ലാസ്റ്റ് കണ്ടത്. ഇനിയിപ്പോ നല്ല ഹൈപ്പുള്ള സിനിമയ്ക്ക് മാത്രം റിവ്യൂ പറയുള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ള സിനിമയ്ക്ക് മാത്രം തിയേറ്ററിൽ പോയിട്ട് നമ്മൾ റിവ്യൂ പറയുക. സാധാരണ പടങ്ങളും നമ്മൾ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെ, നമ്മളെ വിളിക്കുന്ന കല്യാണത്തിന് പോകുക, അല്ലാതെ വിളിക്കാത്ത കല്യാണത്തിന് പോകുക. ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ റിവ്യൂ പറയാൻ വേണ്ടി ഒരുപാട് മീഡിയക്കാർ എന്നെ വിളിച്ചിട്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട്, മാർക്കോസിനോട് റിവ്യൂ. അപ്പൊ അതേപോലത്തെ നമുക്ക് ഒരു ആൾക്കാരിലേക്ക് എത്തും എന്ന് കരുതുന്ന സിനിമയ്ക്ക് നമുക്ക് മീഡിയ അറ്റൻഷൻ നമുക്ക് ഇങ്ങോട്ട് ഓഫർ വരും. അപ്പോൾ അല്ലാണ്ട് വനിതാ വിനിതയിൽ മാത്രം നമുക്ക് റിവ്യൂ പറഞ്ഞിട്ടൊരു സ്റ്റോപ്പേജ് ഇല്ല. വനിതാ വിനിതയിൽ വിലക്ക് വന്നിട്ട് നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയിട്ട് നമ്മൾ ഒരു തിയേറ്ററുകാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാന്യമായിട്ട് റിവ്യൂ, അല്ലാണ്ട് പണ്ട് ഡാൻസ് അല്ല.